ഒന്നും പറയണ്ട, ഭയങ്കര കോമഡിയാ. വസ്തുനിഷ്ഠ ഘടകത്തെ മാത്രം നോക്കി ആത്മനിഷ്ഠ ഘടകത്തെ കാണാതെ ഒരു ഘട്ടത്തെ നിർണ്ണയിക്കാൻ കഴിയില്ല. എന്നിട്ട് ഞാൻ ആരാണെന്ന് എനിക്കറിയാമോ താൻ എന്നോട് ചോദിക്ക്. അപ്പൊ തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആരാണെന്ന്. ആത്മനിഷ്ഠ ഘടകത്തിന്റെ ആഗ്രഹത്തെ മാത്രം അടിസ്ഥാനപ്പെടുത്തി വസ്തുനിഷ്ഠ സാഹചര്യത്തെ മൂർത്തമായി കാണാതെ ഒരു ഘട്ടത്തെ നിർണ്ണയിക്കാൻ കഴിയില്ല. ഉടമസ്ഥത കിട്ടുന്നത് അതോടുകൂടി ആ ഭൂ ഉടമസ്ഥത കിട്ടുന്ന ആളുടെ വാങ്ങൽ ശേഷി വർദ്ധിക്കും. നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? സ്വന്തമായി ഒരു ഭൂമി, അവർ കുറച്ച് കൃഷി, അതിന്റെ ഭാഗമായി വരുമാനം, ആ വരുമാനം കിട്ടുമ്പോൾ അവൻ വാങ്ങുന്ന സാധനങ്ങളുടെ അളവ് കൂടും. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. നേരത്തെ സോപ്പ് വാങ്ങിക്കാത്ത സോപ്പ് വാങ്ങിച്ചെന്ന് വരും, അതുപോലെ ബ്രഷ് വാങ്ങിക്കാത്ത ബ്രഷ് വാങ്ങിച്ചെന്ന് വരും. ചേട്ടാ എഴുതിക്കോ. മല്ലിപ്പൊടി 100, മുളക് പൊടി 50, പച്ചമുളക് 100, ഉള്ളി 1/4 കിലോ, 2 രാധാസും. പല ഉപഭോഗ വസ്തുക്കൾ വാങ്ങിയെന്ന് വരും. വിപണിയിലേക്ക് ആവശ്യം വല്ലാതെ വർദ്ധിക്കും. അതോടുകൂടി ഉത്പാദനം കൂടേണ്ടി വരും. അപ്പൊ മുതലാളിത്തം വികസിച്ച് മുന്നോട്ട് പോകും. അതിന്റെ ചലനാത്മകത അങ്ങനെയാണ് വിൽക്കുന്നത്. അപ്പൊ ഭൂപരിഷ്കരണം ഒരു യഥാർത്ഥത്തിൽ മുതലാളിത്ത മുദ്രാവാക്യം തന്നെയാണ്.